അതാണ് സാഹചര്യം. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസും വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും പ്രിയദർശൻ, MG ശ്രീകുമാർ തുടങ്ങിയ ചലച്ചിത്ര രംഗത്തെ നിരവധി പേരും ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അഭിലാഷ്, ഇപ്പോഴും അങ്ങോട്ടേക്ക് ജനപ്രവാഹമാണ്. മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ അമ്മയെ അവസാനമായി കാണാൻ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, വലിയ തിരക്കാണ് ഇവിടെ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. വലിയ ക്യൂ ഉണ്ട്. രാവിലെ ഒരു 10 മണി വരെ നിയന്ത്രിക്കാവുന്ന തിരക്കായിരുന്നെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രദേശത്തെ ആളുകളും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളും മോഹൻലാലിൻ്റെ ആരാധകരും അടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ശാന്തകുമാരി അമ്മ വിവാഹം കഴിഞ്ഞ് മോഹൻലാലിന് 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്, ഈ വീട് വെച്ച് ഇവിടേക്ക് എത്തുന്നത്. അന്നു മുതൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ ഏതാണ്ട് ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ ഈ അടുത്തുണ്ടായിരുന്ന ആളുകളടക്കം ഒരുപാട് പേർക്ക് ശാന്തകുമാരി അമ്മയുമായി പരിചയമുണ്ടായിരുന്നവരുണ്ടായിരുന്നു. അവരെല്ലാം ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ശവസംസ്കാരം നടക്കുന്നത്. അതിനു മുമ്പായി തന്നെ ഒരു നോക്ക് കാണാനായി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. വലിയ തിരക്കുണ്ട്. ഈ മുടവൻമുകൾ എന്ന് പറയുന്ന പ്രദേശം, അവിടെ കേശവദേവ് എന്ന് പറയുന്ന ഒരു റോഡിലേക്കാണ് ഈ ഒരു വീടിരിക്കുന്നത്, ഹിൽ വ്യൂ എന്ന് പറയുന്ന ഈ വീടിരിക്കുന്നത്. ഈ വീടിൻ്റെ പരിസരം മുഴുവൻ ആളുകൾ നിറഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ് എന്നിവരെത്തി അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി. അതുപോലെ സിനിമാ രംഗത്തുള്ള നിരവധി പ്രമുഖർ ഇവിടെ എത്തിയിരിക്കുന്നു. മോഹൻലാൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള പ്രിയദർശൻ, MG ശ്രീകുമാർ, ജഗദീഷ് തുടങ്ങി അവരെല്ലാം ഇപ്പോൾ രാവിലെ 5 മണി മുതൽ തന്നെ ഈ മുടവൻമുകളിലെ വീട്ടിലുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് ഉണ്ട്, മറ്റ് പ്രകാശ് വർമ്മ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ട്. അതിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചടങ്ങുകൾ നടക്കുമ്പോൾ 11 മണിയോട് തന്നെ പ്രണവ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ പ്രണവും മോഹൻലാലും അടക്കം ആയിരിക്കും ചടങ്ങുകൾ ചെയ്യുക എന്നുള്ളതാണ് വിവരം. അങ്ങനെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട്. ഈ വീടെന്ന് പറയുന്നത് ശാന്തകുമാരി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടായിരുന്നു. മോഹൻലാൽ പലതവണ വിളിച്ചിട്ടും സിനിമാ തിരക്ക് കാരണം തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും കൊച്ചിയിലേക്കും ചെന്നൈയിലുമൊക്കെ മാറി താമസിക്കാൻ ആവശ്യപ്പെടുമ്പോഴും ശാന്തകുമാരി അമ്മ തയ്യാറായിരുന്നില്ല. കാരണം അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ട വീടായിരുന്നു. കല്യാണത്തിന് ശേഷം ഭർത്താവ് വിശ്വനാഥ് നായർ ജോലി കിട്ടിയ കാശിന് സ്ഥലം വാങ്ങി വെച്ച വീടാണ്, അവർക്ക് സ്വന്തമായി വെച്ച വീടാണ്. ഈ വീടിന് മുമ്പ് തിരുവനന്തപുരത്ത് അവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അങ്ങനെ സ്വന്തമായി അവർ വെച്ച വീട്, അതിനോടുള്ള ഒരു അടുപ്പമുണ്ട്. ആ വീട്ടിലാണ് ഇപ്പോൾ ശാന്തകുമാരി അമ്മ ചേതനയേറ്റ് കിടക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഈ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള ഭർത്താവ് വിശ്വനാഥ് നായരും മകൻ പ്യാരിലാലും 2000-ൽ മരിച്ചുപോയ പ്യാരിലാലിനുമൊപ്പം ഇന്ന് മുതൽ വൈകുന്നേരം 4 മണി മുതൽ അവരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടുകളും ഇവിടെ ചെയ്തു കഴിഞ്ഞു. ചിതയൊരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം. അതിനിടയിൽ മോഹൻലാലിൻ്റെ അമ്മയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇവിടെ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, മലയാളത്തിൻ്റെ മഹാനടൻ, ആ നടനെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചതിന്, ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചതിന് നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് അമ്മ ശാന്തകുമാരി. കാരണം മോഹൻലാലിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരാഗ്രഹം പറയുമ്പോൾ തനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും തൻ്റെ മകൻ്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായി നിൽക്കണ്ട എന്ന് കരുതി അതിനെല്ലാ പിന്തുണയും നൽകിയ അമ്മയാണ് ഈ ശാന്തകുമാരി അമ്മ. അതിനായി ആദ്യത്തെ ചിത്രത്തിന് തിരുനോട്ടം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം, അത് ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിനായി ഈ വീടിൻ്റെ പരിസരം നൽകാൻ കൂടി അമ്മ തയ്യാറായിരുന്നു. മോഹൻലാൽ സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു ഷോട്ടാണ് ഇവിടെ എടുത്തിരുന്നത്. ആ ഷോട്ട് അമ്മ വീട്ടിൽ നിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും മോഹൻലാൽ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നതാണ്. അത്തരത്തിൽ ഒരുപാട് ഓർമ്മകളുള്ള ഒരു വീട് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ശാന്തകുമാരി അമ്മയ്ക്ക് ഈ വീടിനോട് അത്രയും പ്രിയപ്പെട്ടതാവുന്നതും. അങ്ങനെ ആണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് 12 വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് പക്ഷാഘാതം ഉണ്ടാകുമ്പോഴാണ് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അങ്ങനെ കൊച്ചിയിലേക്ക് മാറുന്നതും. കഴിഞ്ഞ കുറേ നാളുകളായി സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു അമ്മ. പക്ഷേ പക്ഷാഘാതമുണ്ടായി 10 വർഷമായി. അത്രയും നാൾ അമ്മ ചികിത്സയിലായിരുന്നു. നേരത്തെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ദീർഘനാൾ.
പിന്നീട് വീട്ടിൽ സ്വന്തമായി മോഹൻലാൽ തൻ്റെ അമ്മയ്ക്ക് നൽകാവുന്ന പരമാവധി പരിചരണം ഒരു ആശുപത്രിയുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി അന്ത്യം സംഭവിച്ചത്. പിന്നീട് അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെത്തി സ്ഥിരീകരിക്കുകയായിരുന്നു. മോഹൻലാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു, കൊച്ചിയിൽ തന്നെ. അദ്ദേഹവും സഹപ്രവർത്തകരും വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നു. പിന്നീട് അങ്ങോട്ട് ഒരു മഹാപ്രവാഹമായിരുന്നു. ഇടപ്പഴിഞ്ഞിയിലെ തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിലേക്കായാലും ഇന്നലെ കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായാലുമൊക്കെ അനവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ശാന്തകുമാരി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയ കാഴ്ചകൾ നമ്മൾ കണ്ടു. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, 4 മണിക്ക് ആണ് ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. വീട്ടുവളപ്പിൽ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പോഴത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? വീട്ടുവളപ്പിൽ 4 മണിക്ക് വീട്ടുവളപ്പിൽ ഈ ഹിൽ വ്യൂ എന്ന് പറയുന്ന വീടിൻ്റെ പുറകു വശത്തുള്ള സ്ഥലത്താണ് അന്തിമ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ഭർത്താവ് വിശ്വനാഥ് നായരുടെയും അതുപോലെ മകൻ പ്യാരേലാലിൻ്റെയും ഉറങ്ങുന്ന മണ്ണുണ്ട്. അതിന് തൊട്ടടുത്താണ് ഇവിടെ ശാന്തകുമാരിക്കും അന്ത്യവിശ്രമം കൊള്ളുന്നതിന് സ്ഥലം സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മോഹൻലാലും മകൻ പ്രണവ് മോഹൻലാലും ചേർന്ന് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ 4 മണിക്ക് ബാക്കി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് നിരവധി ആളുകളാണ് സമയമെടുക്കും തോറും 4 മണിയാകും തോറും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് ഇങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വീടിൻ്റെ 2 വശത്തു നിന്നും ക്യൂ ഉണ്ട്. ഉച്ച ഒരു 11 മണിവരെയൊക്കെ അത്രയും ക്യൂ ഇല്ലായിരുന്നു. കയറി കണ്ടു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 4 മണിയോട് അടുക്കുന്നതോടുകൂടി തന്നെ ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലുമായി ക്യൂ ഉണ്ട്. അവരെ അകത്തേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മൃതശരീരത്തിന് അരികിൽ തന്നെ മോഹൻലാൽ ഉണ്ട്. മോഹൻലാലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളും ഭാര്യയും മക്കളുമെല്ലാം ഒപ്പമുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ്. കാരണം അമ്മയും അച്ഛനും സഹോദരനും നേരത്തെ നഷ്ടപ്പെട്ട മോഹൻലാലിന് ഒപ്പമുണ്ടായിരുന്നത് അമ്മയായിരുന്നു. ആ അമ്മയും കൂടി ഈ 2025 അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും മോഹൻലാലിനെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും കൈപ്പേറിയ പങ്കുവെക്കുന്നത്. മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ അമ്മയുടെ ഭൗതിക ശരീരമുള്ളത്.